അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 62ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ബദറിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബദർ യുദ്ധാനന്തരം മുസ്ലിങ്ങൾ തിളക്കമാർന്നൊരു വിജയം മുസ്ലിങ്ങൾ അവിടെ നേടുന്നു. ശത്രുക്കളെല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങി അവർ യുദ്ധക്കളം വിട്ട് ഓടുകയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാ അർത്ഥത്തിലും ആ വിജയം ഉറപ്പാക്കിയ ഒരു സന്ദർഭത്തിൽ മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്ന ചില ആളുകൾ അവർ അഭിപ്രായപ്പെടാൻ തുടങ്ങി. സുനന് തുർമുദിയിൽ കടന്നു വരുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ചില ആളുകൾ പറയാൻ തുടങ്ങി, നമ്മൾ ഏതായാലും ഇത്രയും വലിയൊരു സംഘത്തെ നമ്മൾ ഈ രൂപത്തിൽ കീഴടക്കി, ഇനി ഉടനെ തന്നെ നമ്മൾ അടുത്തതായി ആ കേരവനെ കൂടെ നമ്മൾ പിടികൂടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ മദീനയിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടത്. അബൂ സുഫിയാൻ്റെ ആ കച്ചവട കേരവനെ കൂടെ നമ്മൾ കീഴടക്കേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ട സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് നൽകിയ മറുപടിയിൽ അന്നല്ലാഹ വഅദക ഇഹ്ദ ത്വാഇഫതൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിലൊരു വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തത്. സൂറത്തുൽ അൻഫാലിലെ 7ാമത്തെ വചനം, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വാഇഫതൈൻ, രണ്ടിലൊരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് നിറവേറ്റിയിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് നൽകുന്ന ആ മനോഹരമായിട്ടുള്ള മറുപടി ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ആ വിജയം നേടിയ ഒരു സന്ദർഭത്തിൽ ആ വിജയവാർത്ത മദീനയിൽ എത്തിക്കാൻ വേണ്ടി ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 സ്വഹാബികളെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോടൊപ്പം തന്നെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷ വാർത്ത മദീനയിലേക്ക് എത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവരെ ഉടനെ തന്നെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവർ പുറപ്പെട്ടു. തീർച്ചയായിട്ടും ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. അവർ യാത്ര പുറപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് അവർ മദീനയിൽ എത്തുന്ന ആ ഒരു സന്ദർഭം പിന്നീട് നമ്മൾ വിശദീകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാനന്തരം 3 ദിവസം അവിടെ തന്നെ തങ്ങുകയാണ്. അത് റസൂലുള്ളാഹിൻ്റെ ഒരു സുന്നത്തായിരുന്നു, റസൂലുള്ളാഹിൻ്റെ ഒരു പതിവായിരുന്നു. സ്വഹീഹ് ബുഖാരിയിൽ കിതാബുൽ മഗാസിയിൽ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, വക്കാന ഇദാ ദഹറ അലാ ഖൗമിൻ അഖാമ ബിൽ അർസത്തി 3 ലയാലിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ജനതയ്ക്കെതിരെ യുദ്ധത്തിൽ വിജയം നേടിയാൽ അവിടെ തന്നെ, അതായത് ആ യുദ്ധം അരങ്ങേറിയ അതേ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹി 3 ദിവസത്തോളം തങ്ങുന്നത് റസൂലുള്ളാഹിൻ്റെ ഒരു പതിവായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി 3 ദിവസം അവിടെ തങ്ങിയത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. യുദ്ധക്കളം വിട്ടോടിയ ശത്രുക്കൾ അവരിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുവരുത്തി തങ്ങളാണ് സമ്പൂർണ്ണ ജേതാക്കളെന്ന് 100% ഉറപ്പുവരുത്താൻ വേണ്ടി. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത്, ആ യുദ്ധത്തിൽ പോരാടിയിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ട രൂപത്തിലുള്ളൊരു വിശ്രമം നൽകാൻ വേണ്ടി. നമുക്കറിയാം, യുദ്ധമെന്നുള്ളത് ശാരീരികമായിട്ട് വലിയൊരു അധ്വാനം അതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. അത്തരത്തിൽ പോരാടിയിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാനും അതേപോലെ തന്നെ യുദ്ധക്കളത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്ക് വേണ്ട രൂപത്തിലൊരു ചികിത്സ നൽകാനും വേണ്ടി, അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യാനും അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനെല്ലാമുള്ള ഒരു അവസരമായിരുന്നു അവർ തങ്ങിയ 3 ദിനങ്ങൾ. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്, യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകളെ, ശുഹദാക്കളായിട്ടുള്ള ആളുകളെ അവരെ ഖബറടക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ശുഹദാക്കൾ അവർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ ഖബറടക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ബദറിലെ നേരത്തെ പറഞ്ഞു 14ഓളം ആളുകൾ ബദറിൻ്റെ രണാങ്കണത്തിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. അപ്പോൾ അവരെ ഖബറടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കർമ്മങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു ആ 3 ദിനങ്ങൾ. അതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണമായിട്ട് പറയുന്നത്, അവർക്ക് യുദ്ധത്തിൽ ലഭിച്ചിട്ടുള്ള ആ യുദ്ധം മുതൽ ഗനീമത്ത്, അത് കൃത്യമായിട്ട് അതിനെ വീതം വെച്ച് അതിനെ കൃത്യമായിട്ട് ആ ഗനീമത്തിൻ്റെ വിതരണവും മറ്റും നടപ്പിലാക്കാൻ അതിനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തങ്ങി. അതാണ് നാലാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചില കാരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ യുദ്ധാനന്തരം 3 ദിവസം അവിടെ തങ്ങിയതിൻ്റെ പിന്നിലുള്ളതായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഓരോന്നിലേക്കായിട്ട് പ്രവേശിക്കുകയാണ്. യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ള ശുഹദാക്കൾ ഏത് രൂപത്തിലായിരുന്നു അവർ ഖബറടക്കിയത്? നമുക്കറിയാം, ശുഹദാക്കൾ ഏത് രൂപത്തിലാണോ അവർ മരണപ്പെടുന്നത് അപ്രകാരം തന്നെയാണ് അവരെ ഖബറടക്കുക. അത്തരത്തിലുള്ള നിയമങ്ങൾ, ശുഹദാക്കളുമായിട്ട് ബന്ധപ്പെട്ട ആ നിയമങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ
ഈ ഒരു അവസരത്തിൽ അനുയായികളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം ബദർ ആദ്യത്തെ സായുധ സംഘടനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ അത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു. ഈ വിഷയമായിട്ട് കടന്നു വരുന്നൊരു ഹദീസ് സ്വഹീൽ ബുഖാരി കാണാൻ സാധിക്കും. ആ ഹദീസിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സന്ദർഭം ബദറല്ല, മറിച്ച് ഉഹദാണ്. പക്ഷേ അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളായിട്ട് ബന്ധപ്പെട്ട ആ നിയമങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉഹദിൽ ഷഹീദായി കിടക്കുന്ന ആളുകളെ ചൂണ്ടിക്കൊണ്ട്, ആ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദുൻ അലാ ഹഉലാഇ യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ ഇവർക്ക് വേണ്ടി സാക്ഷിയാകും. അതിനുശേഷം അമറ ബിദഫ്നിഹിം ഫി ദിമാഇഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരേത് രൂപത്തിലാണോ മരണപ്പെട്ടത് ആ രക്തത്തോടെ തന്നെ അവരെ മറവ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. വലം യുഗസ്സലു വലം യുസല്ല അലൈഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുളിപ്പിച്ചില്ല, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചതുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട രൂപത്തിലാണ് ശുഹദാക്കൾ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കുളിപ്പിക്കാതെ ആ രക്തത്താലെ തന്നെ അവരെ മറവ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി. അതിൻ്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവർ ഖിയാമത്ത് നാളിൽ നാളെ ആളുകളെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവർ ആ രക്തത്തോടെ തന്നെ അവർ എഴുന്നേറ്റ് വരുമെന്നുള്ളതാണ്. ആ രക്തത്തിൻ്റെ വർണ്ണത്താൽ, അതേപോലെ തന്നെ വരീഹു റീഹുൽ മിസ്ക്, ആ രക്തം കസ്തൂരിയുടെ ഗന്ധം അടിച്ചു വീശുന്ന രൂപത്തിൽ അവർ നാളെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ പദവിയാണ് അവിടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 154-ാമത്തെ വചനത്തിൽ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ മരണപ്പെട്ടവരെന്ന് നിങ്ങൾ പറയരുത്, മറിച്ച് ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അടുത്ത സൂറത്ത് ആൽ ഇംറാന്റെ 169-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മനോഹരമായിട്ടൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ആത്മാക്കൾ ഹരിതവർണ്ണ പച്ചവർണ്ണമുള്ള ഒരു പക്ഷികളുടെ ശരീരത്തിലാക്കി ആ പക്ഷികൾ സ്വർഗത്തിൽ യഥേഷ്ടം അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതിന് വലിയൊരു സൗഭാഗ്യം എന്താണ് ലഭിക്കാൻ? അത്ര വലിയൊരു സൗഭാഗ്യം അവർക്ക് ലഭിക്കുന്ന സന്ദർഭത്തിലും അവർക്ക് പൂർത്തീകരിക്കാൻ ഒരു ആവശ്യം കൂടെ ഉണ്ടാകും. അവരുടെ ആ വിചിത്രമായിട്ടുള്ളൊരു ആവശ്യം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് പങ്കുവെക്കുമെന്നുള്ളതാണ്. എന്താണ് അവരുടെ ആവശ്യം? ആ ആവശ്യം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിലെത്തിയ ഒരാൾ ഒരിക്കലും പിന്നീട് ദുനിയാവിനെ സംബന്ധിച്ച് ചിന്തിക്കില്ല, ദുനിയാവ് അയാൾ മറക്കുമെന്നുള്ളതാണ്. പിന്നീട് ഒരിക്കലും ദുനിയാവിലേക്കൊരു തിരിച്ചുപോക്ക് ഒരാളും ആഗ്രഹിക്കില്ല. കാരണം ഉറപ്പാണ്, നമുക്കറിയാം സ്വർഗം എന്നുള്ളത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവിടെ ദുഃഖമില്ല, വിഷമില്ല, രോഗങ്ങളില്ല, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നൊരു ലോകമാണ്. അതേപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള ജീവിതമാണ്, അവിടെ മരണമില്ല. അതേപോലെ തന്നെ ലഹുമായ യശാഊന ഫീഹ, അവിടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലഭിക്കുന്ന ആ സ്വർഗ്ഗലോകം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സാമീപ്യമെല്ലാം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ആ സ്വർഗ്ഗലോകം, അവിടെ എത്തിയ ഒരാളും തന്നെ പിന്നീട് ദുനിയാവിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കില്ല. റസൂലുള്ളാഹി അവിടെ പറഞ്ഞു, പക്ഷേ ഒരു വിഭാഗം ഒഴികെ. ആരാണ് ആ വിഭാഗം? അത് ശുഹദാക്കളായിട്ടുള്ള ആളുകളാണ്. അവർ ഒരിക്കൽ കൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോകാൻ അവർ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്? ഒരിക്കൽ കൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോയി ഒന്നുകൂടെ ഷഹീദായിട്ട് വരാൻ, അല്ലെങ്കിൽ ഒരു തവണയല്ല മറിച്ച് 10 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഷഹീദായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും ആഗ്രഹിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറയുകയും ചെയ്യുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ അവർ ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്രയേറെയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അത്രയേറെയാണ് അവർക്ക് അവിടെ ലഭിക്കാനുള്ളത്. ആ ലഭിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ അവർ വീണ്ടും ദുനിയാവിലേക്ക് തന്നെ പോയി ഒരു തവണയല്ല മറിച്ച് 10 തവണ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായി തിരിച്ചു വരാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു പോകുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ആ ബദറിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ, ഇപ്പോൾ യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ള ശുഹദാക്കളായിട്ടുള്ള 14 ആളുകളെ അതേ രൂപത്തിൽ തന്നെ ഖബറടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുയായികൾക്ക് നിർദ്ദേശം നൽകുകയാണ്.
ഓരോ ആളുകൾക്കും വേണ്ടി അവർ ഖബർ കുഴിക്കാൻ തുടങ്ങി. പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ശുഹദാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ, മുന്നോട്ടുള്ള ചരിത്രത്തിൽ, ഉഹദിൻ്റെ എല്ലാം ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഖബറിൽ തന്നെ 1, 2, 3 ആളുകളെ വെച്ച് ഖബറടക്കിയത്, അത്തരത്തിലുള്ള സംഭവങ്ങൾ മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ബദറിൽ കേവലം 14 ആളുകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഓരോ ആളുകൾക്ക് സെപ്പറേറ്റായിട്ട് ഓരോ ഖബറുകൾ വീതം കുഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ 14 ആളുകളെയും അവിടെ ഖബറടക്കി. നമുക്കറിയാം ഇന്നും നമ്മൾ ബദർ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ആ ബദർ യുദ്ധക്കളത്തിൽ ആ 14 രക്തസാക്ഷികളുടെ ഖബറിടങ്ങളും നമുക്കവിടെ ഇന്നും അതേ രൂപത്തിൽ ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ജഡങ്ങൾ, അവിശ്വാസികൾ അവരുടെ മരണപ്പെട്ട അവരുടെ ആളുകളെല്ലാം അതേ രൂപത്തിൽ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ച് അവർ യുദ്ധക്കളം വിട്ട് ഓടിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ജഡങ്ങൾ അവഗണിക്കായിരുന്നു. പക്ഷേ അതും മറവ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസികളുടെ അതേ രൂപത്തിലൊന്നല്ല, മറിച്ച് അവിശ്വാസികൾ അവർ ഉപേക്ഷിച്ചു പോയ ആ ജഡങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ മറവ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്വഹീൽ ബുഖാരിയിൽ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തുടരുകയാണ്. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖലീബ് ആ കിണറ്റിലേക്ക് ഇടാൻ വേണ്ടി റസൂലുള്ള അവർക്ക് നിർദ്ദേശം നൽകി. ആ മറവ് ചെയ്ത ആ സ്ഥലം ഇന്നും നമുക്കറിയാം ബദറിൽ കാണാൻ സാധിക്കും. ആ കിണറ്റിലേക്ക് ഇട്ടു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 3 ദിവസം തങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു, ആ 3 ദിവസം തങ്ങി 3-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിൻ്റെ അവിടെ നിന്നും പുറപ്പെടുന്ന സന്ദർഭത്തിൽ വീണ്ടും ആ അവിശ്വാസികളുടെ ജഡം ഉപേക്ഷിച്ച് ആ കിണറ്റിന് സമീപത്തേക്ക് റസൂലുള്ള വരുന്നുണ്ട്. എന്തിനായിരുന്നു റസൂലുള്ള ആ കിണറ്റിന് സമീപത്തേക്ക് വന്നത്? ഇൻഷാ അല്ലാഹ് ആ ചരിത്രം ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയും, പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ 3 ദിവസം തങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ വിശദീകരിച്ചു. ആ ഖബറടക്കം, അതായത് യുദ്ധത്തിൽ മരണപ്പെട്ട ശുഹദാക്കളായിട്ടുള്ള ആളുകളുടെ ഖബറടക്കം, അത് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ മറ്റൊരു കാരണമായിട്ട് നമ്മൾ പറഞ്ഞത്, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം യുദ്ധം മുതൽ അത് വിശ്വാസികൾക്കിടയിൽ ആ യുദ്ധം മുതൽ വീതം വെക്കുക, ഗനീമത്തുമായിട്ട് ബന്ധപ്പെട്ട, അതാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. യുദ്ധം മുതൽ, അതായത് ഗനീമത്ത് എന്നുള്ളത് അത് മുൻകാല പ്രവാചകന്മാർക്ക് അനുവദനീയമായിരുന്നില്ല. സുനൻ തുർമുദിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ, ലം തഹില്ലൽ ഗനായിമു ലിഅഹദി സൂദിർ റൂസി മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻഗാമികളായിട്ടുള്ള ഒരാൾക്കും ആ യുദ്ധം മുതൽ ഗനീമത്ത് അത് അനുവദനീയമായിരുന്നില്ല. അക്കാലഘട്ടത്ത് കാനത്ത് തൻസിലു നാറും മിന സമായി ഫതകുലുഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാലഘട്ടത്ത് അവർ ആകാശത്ത് നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അഗ്നി, ഒരു തീ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച് ആ തീ വന്ന് ആ യുദ്ധം മുതലിനെ നശിപ്പിക്കലായിരുന്നു അക്കാലഘട്ടത്തുണ്ടായിരുന്ന പതിവ്. അതായത് യുദ്ധം കഴിഞ്ഞാൽ അവർ ആ യുദ്ധം മുതൽ ഗനീമത്ത് മുഴുവൻ ഒരു സ്ഥലത്ത് കുന്നുകൂട്ടി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചാൽ ആകാശത്തു നിന്നും അഗ്നി വന്ന് തീ വന്ന് അതിനെ തിന്ന് നശിപ്പിക്കും, കരിച്ചു കളയും. ആ രൂപത്തിലായിരുന്നു മുൻകാലത്തുണ്ടായിരുന്ന പതിവ്. നമുക്കറിയാം പ്രസിദ്ധമായിട്ടുള്ള സംഭവം, പല ആളുകളും കേട്ടിരിക്കും. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവത്തിലും മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകൻ, അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ യുദ്ധം ഒരുപാട് സമയം നീണ്ടുനിന്ന് സൂര്യാസ്തമയമായപ്പോഴും ആ യുദ്ധം അവസാനിച്ചിട്ടില്ല. ആ സന്ദർഭത്തിൽ ആ പ്രവാചകൻ സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നക്കി മഅ്മൂറത്തും അന മഅ്മൂർ, നീ അസ്തമിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവളാണ്. അതേ സന്ദർഭത്തിൽ ഞാനാകട്ടെ ആ അസ്തമയത്തിന് മുമ്പായിട്ട് യുദ്ധം ചെയ്ത് തീർക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അതായത് രണ്ടാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വിധേയമാണ്. അതിനുശേഷം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലാഹ്, നീ ഈ സൂര്യനെ നീ അസ്തമിക്കാതെ തടഞ്ഞു നിർത്തണമെന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചതായിട്ടും അതിൻ്റെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹുബിസത് ഹത്താ ഫതഹല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വിജയിക്കുന്നത് വരെ ആ സൂര്യനെ തടഞ്ഞു വെച്ചു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ആ പകലിൻ്റെ ദൈർഘ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതേപോലെ തന്നെ മുസ്നദിൽ കടന്നു വരുന്നൊരു ഹദീസിലെല്ലാം ഇത് സംഭവിച്ചത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്താണെന്ന് കാണാൻ സാധിക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ കഹ്ഫിൽ വഇദ ഖാല മൂസ ലി ഫതാഹു, ആ ഫത അതാണ് യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം.
അപ്പോൾ പരിശുദ്ധ ഖുർആനിലും ഈ സംഭവത്തിലേക്ക് നൽകുന്ന സൂചനയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 58-ാമത്തെ വചനം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ആ പ്രവാചകനും സംഘവും അവർ വെള്ളിയാഴ്ച ദിനമാണ് അവർ യുദ്ധത്തിന് വേണ്ടി പോയത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം തന്നെ അവർ യുദ്ധം ചെയ്ത് തീർക്കേണ്ടതുണ്ട്. കാരണം ശനിയാഴ്ച എന്നുള്ളത്, വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച സബത്ത് ദിനാണ്. ശനിയാഴ്ച യുദ്ധം അവർക്ക് പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ അസ്തമയത്തിന് മുമ്പ് തന്നെ അവർ യുദ്ധം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ യൂശ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയത്തെ പിടിച്ചുകൊണ്ട് അവരെ സഹായിക്കുകയാണ്. അത് ആദ്യമായിട്ടല്ല, നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിലും സമാനമായിട്ടുള്ള സംഭവം നമ്മൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ അവരാ യുദ്ധം വിജയിച്ചു. അവരെ യുദ്ധം മുതലെല്ലാം അവരൊരു ഭാഗത്ത് സംഭരിച്ചു. അവരാ സംഭരിച്ചു വെച്ച യുദ്ധം മുതൽ ഗനീമത്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി പതിവ് പോലെ ആകാശലോകത്തു നിന്നും തീ വരാണ്. തീ വന്നെങ്കിലും പക്ഷേ തീ അതിനെ തിന്നില്ല. അതായത് അതിനർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ല എന്നതാണ്. ഉടനെ തന്നെ ആ പ്രവാചകൻ യൂശ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഗനീമത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളാരോ വഞ്ചന കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അനുയായികളിൽപ്പെട്ട ഓരോ ഗോത്രത്തലവന്മാരും വന്ന് എനിക്ക് നിങ്ങൾ പ്രതിജ്ഞ നൽകണം. നിങ്ങൾ ആരും വഞ്ചിച്ചിട്ടില്ലെന്ന് നിങ്ങളെനിക്ക് സത്യപ്രതിജ്ഞ നൽകണമെന്ന് ഓരോ ആളുകളോടായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ ഓരോ ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈവച്ച് അവർ പ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. അതിൽപ്പെട്ട 2-3 ആളുകളുടെ കൈ ആ പ്രവാചകൻ്റെ കയ്യിൽ വെച്ച സന്ദർഭത്തിൽ ആ കൈ അവിടെ ഒട്ടിപ്പിടിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഫീക്കുമുൽ ഖുലൂൽ. ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ പറയുന്നത്. ഉടനെ തന്നെ ആ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളാണ് ആ വഞ്ചന കാണിച്ചത്. അതായത് അത് കയ്യോടെ പിടിക്കപ്പെടുകയാണ്. ഉടനെ തന്നെ ഈ ആളുകൾ അവരാ യുദ്ധം മുതലിൽ നിന്നും മോഷ്ടിച്ച് മാറ്റിവെച്ച ഒരു സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു പശുവിൻ്റെ തലയുമായിട്ട് അവർ വന്ന് അത് ആ യുദ്ധം മുതലിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ വെക്കുകയാണ്. അത് വെച്ച പാടെ തന്നെ ആകാശലോകത്ത് നിന്ന് വീണ്ടും തീ വന്ന് ആ തീ അതിനെ മുഴുവൻ കരിച്ചു കളഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ രൂപത്തിലായിരുന്നു മുൻകാല പ്രവാചകന്മാരുടെ കാലത്തുണ്ടായിരുന്ന നിയമം. പക്ഷേ അന്തിമ പ്രവാചകനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകമായിട്ട് ചില സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് മാത്രമായിട്ട് നൽകപ്പെട്ടതുണ്ട്. നമുക്കറിയാം സീറയുടെ 2ാമത്തെ ഭാഗത്ത് നമ്മൾ ഖസായിസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട സവിശേഷമായിട്ടുള്ള ചില 10-ലധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിട്ട് നൽകപ്പെട്ട ഒരു കാര്യം സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാണ്, ഉഅതിയതു ഖംസൻ ലം യുഅതഹുന്ന ഖബ്ലി. എനിക്ക് മറ്റൊരു പ്രവാചകന്മാർക്കും മുൻഗാമികളായിട്ടുള്ള മറ്റൊരു പ്രവാചകനും നൽകാത്ത 5 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ നമ്മൾ വിശദീകരിച്ചാണ് ആ ഒരു ഭാഗത്ത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട സവിശേഷമായിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ള പ്രവാചകന്മാരെല്ലാം ഓരോ സമുദായത്തിലേക്ക് അയച്ചതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ജനങ്ങൾ ലോകർക്ക് മുഴുവനായിട്ട് അയക്കപ്പെട്ടവനാണ്. അതേപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വസ്ഥലങ്ങളും പള്ളിയായിട്ട് ഭൂമിയിൽ എവിടെ വെച്ച് നമസ്കരിക്കാനുള്ള അനുമതി അത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിന് മാത്രമായിട്ട് നൽകപ്പെട്ടതാണ്. അതേപോലെ തന്നെ ശുപാർശ ആ കൂട്ടത്തിൽ ഹദീസിൽ കടന്നു വരുന്ന നമ്മുടെ വിഷയമായിട്ട് ബന്ധമുള്ളത് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞു, മുൻകാലത്തുള്ള പ്രവാചകന്മാർ അവർ ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുത്ത യുദ്ധം മുതൽ ഉപയോഗിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുമതി എനിക്ക് പ്രത്യേകമായിട്ട് നൽകപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഗനീമത്ത്, അതായത് യുദ്ധം മുതൽ അത് ഉപയോഗിക്കാനുള്ള പ്രത്യേക അനുമതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായിട്ട് നൽകപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ആ സായുധ സംഘടന ബദറിൽ അവർ ഉജ്ജ്വലമായിട്ടുള്ള വിജയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി. അതിൻ്റെ ഫലമായിട്ട് ധാരാളം ഗനീമത്ത് അവരുടെ കയ്യിൽ ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക നേട്ടം അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഹിജ്റയ്ക്ക് ശേഷം പല ആളുകളും, മുഹാജിറുകളാപ്പെട്ട പല ആളുകളും അങ്ങേ ദരിദ്രരാണ്. കാരണം അവരുടെ കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ ആ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ, ബദർ അവസാനിച്ച ഈ ഒരു സന്ദർഭത്തിൽ ഗനീമത്തിൻ്റെ യുദ്ധം മുതലിൻ്റെ കാര്യത്തിൽ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് സ്വഹാബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഗനീമത്തിൻ്റെ കാര്യത്തിൽ
സ്വഹാബികൾക്കിടയിൽ യുദ്ധാനന്തരം ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തു. എന്തായിരുന്നു അഭിപ്രായ ഭിന്നത? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സ്വഹാബികൾ യുദ്ധാനന്തരം അവർ 3 വിഭാഗമായിട്ട് അവർ തിരിക്കപ്പെട്ടു. അതായത് അവർക്ക് നൽകിയ ആ ചുമതലയുടെ അടിസ്ഥാനത്തിൽ അവർ 3 ഗ്രൂപ്പുകളായിട്ട് 3 വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ഒന്നാമത്തെ വിഭാഗത്തിന് നൽകപ്പെട്ട ചുമതല, അവർ ആ യുദ്ധത്തിന് ശേഷം യുദ്ധാനന്തരം സമ്പൂർണമായിട്ടുള്ള വിജയം ഉറപ്പുവരുത്താൻ വേണ്ടി യുദ്ധം മുതലൊന്നും ശ്രദ്ധിക്കാതെ അവർ ആ ശത്രുക്കളെ പിന്തുടർന്ന് അവരെ പരമാവധി ഓടിക്കാൻ വേണ്ടി ശത്രുക്കളുടെ പിറകെ പോയ വിഭാഗം ആളുകളാണ്. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, അവർ കേവലം ആ യുദ്ധം മുതലിൽ മാത്രം ഫോക്കസ് ചെയ്ത് യുദ്ധക്കളത്തുണ്ടായിരുന്ന ആ ഗനീമത്ത് മുഴുവൻ ഒരുക്കുകൂട്ടി ആ ഗനീമത്ത് ശേഖരണത്തിൽ ശ്രദ്ധിച്ച രണ്ടാമത്തെ വിഭാഗം. അതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. മൂന്നാമത്തെ ഒരു വിഭാഗം, അവർ ഗനീമത്തൊന്നും ശ്രദ്ധിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രൊട്ടക്ഷൻ നൽകിയതാണ്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. കാരണം യുദ്ധത്തിലെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശത്രു രഹസ്യമായിട്ട് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും വധിക്കാൻ ശ്രമിച്ചാൽ, റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ആ വിജയം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യുദ്ധം മുതലൊന്നും ഫോക്കസ് ചെയ്യാതെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും റസൂലുള്ളാഹിക്ക് സംരക്ഷണമായിട്ട് അവിടെ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 ദിവസം അവിടെ തങ്ങി. യുദ്ധം സമ്പൂർണ്ണമായിട്ട് അവസാനിച്ച സന്ദർഭത്തിൽ 3 വിഭാഗക്കാരും യുദ്ധാനന്തര സ്വത്ത് അല്ലെങ്കിൽ ഗനീമത്തിൻ്റെ കാര്യത്തിൽ ഈ 3 ഗ്രൂപ്പും തമ്മിൽ തർക്കമായി. ഓരോ വിഭാഗവും അവർ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളാണ് ഏറ്റവും വലിയ സേവനം അനുഷ്ഠിച്ചത്, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ഗനീമത്തിൽ ഏറ്റവും കൂടുതൽ അവകാശികൾ ഞങ്ങളാണ്. അതാ ഓരോ വിഭാഗക്കാരും അതേ രൂപത്തിൽ വാദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ പോയ ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു, ശത്രുക്കളെ ഓടിച്ച് അവരൊരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ രൂപത്തിൽ സമാധാനത്തോടു കൂടെ യുദ്ധം മുതൽ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ആ ഗനീമത്തിന് അർഹർ ഞങ്ങളാണ്. അതാണ് ഒന്നാമത്തെ വിഭാഗം വാദിച്ചത്. അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ കാറ്റഗറി, ആ യുദ്ധം മുതൽ ഗനീമത്ത് ശേഖരിച്ച ആളുകൾ പറഞ്ഞു, ഞങ്ങളാണത് ശേഖരിച്ചത്, ഞങ്ങൾ ശേഖരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് ലഭിച്ചത്, അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ അവകാശം. അതേ സന്ദർഭത്തിൽ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, അതായത് റസൂലുള്ളാഹിനെ സംരക്ഷിച്ച ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ, നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ആ പ്രവാചകനെ ഞങ്ങൾ സംരക്ഷിക്കാൻ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്കതിലൊന്നും അതായത് ഗനീമത്ത് ശേഖരണത്തിലൊന്നും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാളെല്ലാം അതിന് അവകാശികൾ ഞങ്ങളാണ്. ഈ 3 വിഭാഗവും ഗനീമത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. ആ ഒരു സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർ തർക്കം ഉടലെടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആ ഉദ്ധരണിയിൽ പറയാണ്, ഇഖ്തലഫ്നാ ഫി നഫൽ, ഞങ്ങൾ ആ യുദ്ധമുതലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തർക്കം വന്നു. ലമ്മാ തനാസഅനാ ഫിൽ ഗനായിം വസാഅത് ഫീഹി അഖ്ലാഖുനാ. സുബ്ഹാനല്ലാഹ്. അതായത് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ അതിനു വേണ്ടി തർക്കമായി, അക്കാരണത്താൽ ഞങ്ങൾ പരസ്പരം മോശമായിട്ട് പെരുമാറി. വസാഅത് ഫീഹി അഖ്ലാഖുന, ഞങ്ങളുടെ സ്വഭാവം വരെ പരസ്പരമുള്ള ആ ഒരു പെരുമാറ്റത്തിൽ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം വരെ മോശമായി. അതായത് അവരുടെ പരസ്പര ബന്ധത്തിൽ പോലും ചെറിയൊരു വിള്ളൽ വരികയാണ്. അപ്പം അതാണ് ഒന്നിച്ച ഗനീമത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കിടയിലുണ്ടായ തർക്കം. ഇനി അതിന് പുറമെ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിതലത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിലും ഗനീമത്തുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു ഉദ്ധരണി, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്, അശറ മുബശ്ശിരീൽ കടന്നു വരുന്ന സ്വഹാബി. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ മുസ്അബ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുസ്അബ്, അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ആ മകന് പറയാണ്, എൻ്റെ ഉപ്പ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓ മോനെ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് 4ഓളം പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിലൊന്ന് ആ ബദർ യുദ്ധത്തിൻ്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗനീമത്തെല്ലാം കൂട്ടിവെച്ച സന്ദർഭത്തിൽ ആ ഗനീമത്ത് സ്വത്തിനിടയിൽ ഒരു വാള് ഞാൻ കണ്ടു. ആ വാള് ഞാൻ അങ്ങേയറ്റം മതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടു, യാ റസൂലുള്ളാഹി നഫ്ൽനി ഹാദ സൈഫ്, ഓ പ്രവാചകരെ, ഈ വാൾ എനിക്ക് എൻ്റെ ഗനീമത്ത് സ്വത്തിൽ കൂടുതലായിട്ട് അധികമായിട്ട് എക്സ്ട്രാ ആയിട്ട് നൽകിയാലും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായിട്ട് പറഞ്ഞു, നീ അത് എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു
ആ വാളുമായിട്ട് ആ ഗനീമത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന ആ ഗനീമത്തിൻ്റെ അടുത്തേക്ക് അവിടെ തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറയാണ്, അവിടെ എത്തിയ സന്ദർഭത്തിൽ ആ വാള് അവിടെ വെക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. കാരണം അത്രയേറെ ആ വാൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അദ്ദേഹം അത് അവിടെ തിരിച്ചു വെക്കാതെ ഫറജഅതു ഇലൈഹി ഫഖുൽതു, ഞാൻ വീണ്ടും തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ ഈ വാൾ എനിക്ക് തന്നൂടെ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നീ അത് എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെ മൂന്നാമതും അദ്ദേഹം തിരിച്ചു വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, ഫശദ്ദലി സൗതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഒരൽപ്പം കനപ്പിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, റദ്ദുഹു മിൻ ഹൈസു അഖത്തുഹു, എവിടെ നിന്നാണോ നീ അതെടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. മൂന്നാമത് റസൂലുള്ളാഹി ശബ്ദം ഒരൽപ്പം കനപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു ഉദ്ധരണി, ഈ രണ്ട് ഉദ്ധരണികൾ, നേരത്തെ 3 വിഭാഗമായിട്ട് സ്വഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നം, അതേപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ഉദ്ധരണി, ഇത് രണ്ടും നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഈ രണ്ട് സംഭവങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് സൂറത്തുൽ അൻഫാലിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവങ്ങൾ അവിടെ ഗനീമത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുത്ത ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ആദ്യമായിട്ട് അവർക്കിടയിലേക്ക് ആ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്തിൻ്റെ ഡോറുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ട സന്ദർഭത്തിൽ അവരിൽപ്പെട്ട ചില ആളുകളിലെങ്കിലും ഒരു ഇംബാലൻസ് കണ്ട ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തുകയാണ്. അതാണ് സൂറത്തുൽ അൻഫാലിൻ്റെ പ്രാഥമിക വചനം. അപ്പോൾ നമ്മൾ ബദറിനെ സംബന്ധിച്ച് പറയാൻ ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ 5 ഭാഗങ്ങളിലും സൂറത്തുൽ അൻഫാലിൻ്റെ നിരവധി വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പക്ഷേ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മൾ ഇതുവരെ സൂറത്തുൽ അൻഫാലിൻ്റെ ആരംഭ ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. അത് ഇതുവരെ ഞാൻ വിശദീകരിച്ചിട്ടില്ല. ചിന്തിച്ചു നോക്കുക. അതായത് ഈ ഒരു പോയിന്റ്, ബദറിൽ നമുക്കറിയാം, ബദറിൽ മുസ്ലിങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആ ഒരു വിജയം കൈവരിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭം, അതും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം, അതും നേടിയിരിക്കുന്ന ആളുകൾ ആരാണ്? ബദരീങ്ങളായിട്ടുള്ള ആളുകൾ ആരായിരുന്നു അവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞു, അഫ്ദലുൽ മുസ്ലിമീൻ, സ്വഹാബികൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മുസ്ലിങ്ങൾ. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റ്, ഇഅ്മലൂ മാ ശിഅ്തും ഫഇന്നീ ഖദ് ഗഫർതു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആളുകളാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു എന്നുള്ള ആ ഒരു വാഗ്ദാനം നൽകിയിട്ടുള്ള വിഭാഗമാണ്. ആ ഉന്നത വിജയം നേടിയ ആ ഒരു സന്ദർഭത്തിൽ ആ ഉന്നത വിഭാഗത്തോട് ആ ഒരു പോയിന്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത് എത്ര ശക്തമായിട്ടുള്ള ഭാഷയിലാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ പ്രാരംഭ വചനം, യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂലി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ യുദ്ധമുതലിനെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നത് പറയുക, അത് അള്ളാഹ്ക്കും റസൂലിനുള്ളതാണ്. അത് നിങ്ങൾക്കല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും റസൂലിനുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക, വ അസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ബന്ധങ്ങൾ നിങ്ങൾ ശരിയാക്കുക. ശേഷം വ അത്തിഉല്ലാഹ വ റസൂലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. നേരത്തെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം ഇവിടെ ചേർത്ത് വെക്കുക. ആയത്തിൻ്റെ അവസാനം, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഇത്ര ശക്തമായിട്ടുള്ള ഭാഷയിൽ ആരോടാണ് ഈ പറയുന്നത്? അതിനുശേഷം രണ്ടാമത്തെ വചനത്തിൽ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഭയന്ന് നടുങ്ങും, അതേപോലെ തന്നെ അവരുടെ ഈമാൻ വർദ്ധിക്കും. മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ സമ്പത്ത് നൽകുന്നത്. ആ സമ്പത്ത് നിങ്ങൾ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. അതേപോലെ തന്നെ വീണ്ടും ആ സമ്പത്താകുന്ന ആ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ വചനത്തിൽ വീണ്ടും വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സമ്പത്തും അതേപോലെ തന്നെ സന്താനങ്ങളെല്ലാം ദുനിയാവിലുള്ള കേവലം പരീക്ഷണ വസ്തുക്കൾ മാത്രമാണ്. അതിലേക്കാകരുത് നിങ്ങളുടെ ഫോക്കസ്. മറിച്ച് വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തുള്ള ആ മഹത്തായിട്ടുള്ള പ്രീതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി, അള്ളാഹിൻ്റെ പ്രതിഫലം, അത് കാംക്ഷിച്ചാകണം നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങേണ്ടത്. അതല്ലാതെ ഒരിക്കലും സമ്പത്തിലേക്കാകരുത് നിങ്ങളുടെ ഫോക്കസ് ചെയ്യേണ്ടത്. അതാകണം നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം. അതിലൂടെ അതിനുപരിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇതേ രൂപത്തിലുള്ള ഗനീമത്തും മറ്റുമെല്ലാം അതെല്ലാം എക്സ്ട്രയാണ്, അതെല്ലാം ബോണസായിട്ട് ലഭിക്കുന്നതാണ്. ആ ഒരു വചനം എക്സ്ട്രാ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവിടെയാണ് സൂറത്തുൽ അൻഫാൽ എന്നുള്ള ആ ഒരു നാമത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഒരു സൂറത്തിന് തിരഞ്ഞെടുത്ത പേര് സൂറത്തുൽ അൻഫാൽ എന്നുള്ള പേരാണ്. നമുക്കറിയാം ഭാഷയിൽ യുദ്ധാർജിത സമ്പത്ത് അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു സമ്പത്തിന് ഗനീമത്ത് എന്നുള്ള പദമാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. യുദ്ധമുതലിന് പൊതുവെ ഉപയോഗിക്കാറുള്ള പദം ഗനീമത്ത് എന്നുള്ളതാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതേ സൂറത്തുൽ അൻഫാലിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല 69-ാമത്തെ വചനത്തിലും അതേപോലെ തന്നെ 41-ാമത്തെ വചനത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വഅലമു അന്നമാ ഗനിംതും അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അൻഫാൽ എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചതിലുള്ള ഭംഗി, ഈ സൂറത്തിൻ്റെ സന്ദർഭവും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സംഭവങ്ങളും അവതരണ പശ്ചാത്തലങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ ആ അൻഫാൽ എന്നുള്ള പദത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ മനോഹരമായിട്ടുള്ള തെർബിയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അൻഫാൽ എന്നുള്ള പദം കടന്നു വരുന്നത്, അൻഫാൽ എന്നുള്ളത് നഫ്ൽ എന്നുള്ള പദത്തിൻ്റെ ബഹുവചനാണ്. നഫ്ൽ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് എക്സ്ട്രയാണ്. അതായത് ഇപ്പം നമ്മൾ നഫ്ൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പദം സൂറത്തുൽ ഇസ്രായിൻ്റെ 79-ാമത്തെ വചനത്തിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, നാഫിലത്ത് എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് അത് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നതാണ്. അൻഫാൽ എന്നുള്ളത് അത് എക്സ്ട്രാ, അത് ബോണസാണ്. സുബ്ഹാനല്ലാഹ്. അതായത് നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിങ്ങൾ പോരാടുക വഴി അതിലൂടെ നിങ്ങൾ കാക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പ്രതിഫലവും മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതിലൂടെ ലഭിച്ചിട്ടുള്ള അതിനുപരിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം, ഗനീമത്ത്, അതെല്ലാം അൻഫാൽ, അത് എക്സ്ട്രയാണ്, അത് ബോണസാണ്. അതിനു വേണ്ടിയിട്ടല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ രൂപത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ടുള്ളൊരു ഹദീസ് ഇവിടെ ചേർത്ത് വെക്കേണ്ടത് സ്വഹീഹുൽ ബുഖാരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഓ പ്രവാചകരെ, അർറജുൽ യുഖാതിലു ഒരു വ്യക്തി യുദ്ധമുതലിന് വേണ്ടി ഗനീമത്തിന് വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു. അതേ സന്ദർഭത്തിൽ മറ്റൊരാൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നു. അതേ സന്ദർഭത്തിൽ മറ്റൊരു വ്യക്തി ധീരതക്ക് അല്ലെങ്കിൽ തൻ്റെ ആ ധീരത കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഫമൻ ഫീ സബീലില്ല, അതിലാരാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം അല്ലെങ്കിൽ അള്ളാഹിൻ്റെ വചനം ഉന്നതമാകാൻ വേണ്ടി ആരാണോ പോരാടുന്നത് അവനാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ. അതല്ലാതെ ഗനീമത്തിനോ പേരിനോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ വേണ്ടി ആരെങ്കിലും പോരാടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ മാർഗത്തിലല്ല എന്നുള്ളതാണ്. ഈ ഒരു വലിയ പാഠം, ഈ ഒരു ചെറിയ വീഴ്ച അവരിലെ ചില ആളുകൾക്ക് വന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ അവരെ പഠിപ്പിക്കുകയാണ്. അതാണ് ആ ഒരു സൂറത്തിൻ്റെ പേര് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ കാരണത്താലാണ് സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹുൽ അൻഫാൽ. റസൂലുള്ളാഹി ആ യുദ്ധം മുതലിനെ ഇഷ്ടപ്പെട്ടില്ല, അതിനെ വെറുത്തു എന്നുള്ളതാണ്. അതിന് കാരണം അത് ഹലാലാകാത്തത് കൊണ്ടല്ല, മറിച്ച് ശുദ്ധമായിട്ടുള്ള ദുർബല വിശ്വാസമുള്ള ആളുകൾക്ക് അവരുടെ ശുദ്ധമായിട്ടുള്ള നിയ്യത്തിനെ മലിനപ്പെടുത്താൻ അതിനോടുള്ള താല്പര്യം അത് കാരണമാകുമോ എന്നുള്ള ഭയം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ യക്റഹു, റസൂലുള്ളാഹി അതിനെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ സമാനമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ, അബ്ഗദുൽ ബിലാദ് ഇലല്ലാഹി അസ്വാഖുഹ, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കപ്പെട്ട പ്രദേശങ്ങൾ എന്നുള്ളത് സൂക്കുകളാണ്, അങ്ങാടികളാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഹലാലാകാത്തത് കൊണ്ടല്ല. നമുക്കറിയാം സ്വഹാബികളിൽ തന്നെ പെട്ട പ്രമുഖരായിട്ടുള്ള പല ആളുകളും കച്ചവടക്കാരാണ്, അവർ സൂക്കിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ വെറുക്കപ്പെട്ട പ്രദേശങ്ങളെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ ശ്രദ്ധ അത് മാറ്റി ദുനിയാവിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് സൂക്കുകൾ. അതേ സന്ദർഭത്തിൽ ഹദീസിൻ്റെ മറുവശത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ പള്ളികളാണെന്ന് പറഞ്ഞു. കാരണം അത് നമ്മുടെ ഫോക്കസ് അള്ളാഹുവിലേക്ക് തിരിക്കുന്ന കേന്ദ്രങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ അതിനെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിന്തിച്ചു നോക്ക്, ഇത്ര ശക്തമായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ ആ പ്രാഥമിക വചനങ്ങൾ നമ്മൾ പറഞ്ഞു, അത്ര ശക്തമായിട്ടുള്ള ഭാഷയിൽ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിയത്? ആ രൂപത്തിൽ തിരുത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം നമുക്കറിയാം, ഞാൻ പറഞ്ഞു ആദ്യത്തെ പോയിൻ്റാണ് ബദർ എന്നുള്ളത്. ഈ രൂപത്തിൽ സമ്പത്ത് അവരിലേക്ക് ലഭിച്ച ആദ്യത്തെ ഒരു പോയിൻ്റാണ്. ഇനി അങ്ങോട്ട് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. നമുക്കറിയാം അതിനുശേഷം പിന്നീട് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ആ സമ്പത്ത് കുന്നുകൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഉമ്മത്തിൻ്റെ മീതെ ഭയന്നതും റസൂലുള്ളാഹി ദാരിദ്ര്യത്തെ ആയിരുന്നില്ല ഭയന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
സമ്പത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ മീതെ ഏറെ ഭയപ്പെട്ടത്. നമുക്കറിയാം ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ചേർത്ത് നിർത്തിയ പല ആളുകളും ആ സമ്പത്ത് വരുന്ന സന്ദർഭത്തിൽ അവർക്കിടയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും ഈ ഒരു സമകാലിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കുടുംബരംഗത്ത് മാത്രമല്ല, മതരംഗത്തും മതസംഘടനകൾക്കിടയിൽ പോലും പലപ്പോഴും നമ്മൾ കാണേണ്ടി വരികയാണ്. ഇപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾ അവർ ലോകത്തുള്ള അവസാന നാൾ വരെയുള്ള ആളുകൾക്ക് വഴി കാണിക്കേണ്ടവരാണ്. ഖിയാമത്ത് വരെയുള്ള ആളുകൾക്ക് അവരെ റോൾ മോഡലായിട്ട് സ്വീകരിക്കേണ്ട ആദ്യത്തെ ഉമ്മത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ വീഴ്ച അവരിൽ വന്ന സന്ദർഭത്തിൽ ശക്തമായിട്ടുള്ള ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെറിയ പിഴവുകളെപ്പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. കാരണം അത് ഈ ഒരു ചെറിയ വിഷയം കൂടെയല്ല, ആ വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ ഇത്ര ഗൗരവത്തോടു കൂടെ അവരെ ഈ ഒരു പോയിന്റിൽ താക്കീത് ചെയ്യുന്നതിലുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള യുക്തി നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാവി അറിയാവുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കാലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപദേശം നമ്മൾ ഒരല്പം കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞ് അരങ്ങേറാനിരിക്കുന്ന ഉഹ്ദ്, ആ ഉഹ്ദിൻ്റെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ അൻഫാലിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ പാഠം ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയെങ്കിലും അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നതിൽ ചില ആളുകൾ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഉഹ്ദിൽ അതേ പിഴവ് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ആലിമ്രാൻ്റെ 152-ാമത്തെ വചനത്തിൽ മിൻകും മൻ യുരീദു ദുനിയ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സൂറത്തുൽ അൻഫാലിലൂടെ നമ്മൾ ഉഹ്ദിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഇത്ര ശക്തമായിട്ടുള്ള ഭാഷയിൽ ആ സാമ്പത്തികമായിട്ട് ഗനീമത്തിൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ ഒരു സന്ദർഭത്തിൽ താക്കീത് ചെയ്യുന്നതിനുള്ള ഉത്തരം കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ അൻഫാലിൻ്റെ ആരംഭത്തിലേക്ക് വന്നാൽ തുടക്കത്തിൽ യസ്അലൂനക അനിൽ അൻഫാൽ, അവരെ നിന്നോട് യുദ്ധമുതലിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു. ഖുലിൽ അൻഫാലു ലില്ലാഹി വ റസൂലി, അത് അള്ളാഹ്ക്കും റസൂലിനുള്ളതാണ്. ആ ഒരു ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച് അതിനുശേഷം ഏകദേശം 40ഓളം വചനങ്ങൾക്ക് ശേഷമാണ് അതിനുള്ള മറുപടി നൽകുന്നതെന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇതേ രൂപത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ, യസ്അലൂന വെച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ മൊത്തം 12ഓളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്അലൂനക അനിൽ അഹില്ല, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, യസ്അലൂനക അനിൽ യതാമ, ഇതേ രൂപത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരവും പറയാറുണ്ട്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ ആ ചോദ്യം ഉദ്ധരിച്ചു യസ്അലൂനക അനിൽ അൻഫാൽ, പിന്നീടുള്ള അതിനുള്ള മറുപടി വരുന്നത് 40ഓളം വചനങ്ങൾക്ക് ശേഷമാണ്. 41ാമത്തെ വചനത്തിലാണ് വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നേടിയ ഗനീമത്തിൽ അതിൽ 1/5 അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും റസൂലിനുള്ളതാണ്. പിന്നീട് ബാക്കിയുള്ള വിഹിതങ്ങളെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദർഭത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയിൽ ഒരു 40 ആയത്തിൻ്റെ ഗ്യാപ്പ് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതും ആ നേരത്തെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന തർബിയത്താണ്. മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കളെ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, നിങ്ങൾ സ്നേഹിക്കണം, അതേ രൂപത്തിലുള്ള ഉപദേശങ്ങളെല്ലാം മക്കൾക്ക് നൽകി ആ ഒരു തർബിയത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരാണ്. ഒരിക്കൽ ആ പിതാവ് ഒരല്പം പലഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു കേക്കുമായിട്ട് ആ വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ആ കേക്ക് കണ്ടതോടുകൂടെ അതിനു വേണ്ടി പരസ്പരം അവർ വഴക്കിടാൻ തുടങ്ങി, അവർ തമ്മിലടിയായി. ആ സന്ദർഭത്തിൽ ആ പിതാവ് അത് വാങ്ങി വെച്ചിട്ടേ നിങ്ങൾക്ക് ആർക്കില്ലെന്ന് പറഞ്ഞ് പിതാവ് അത് വാങ്ങി വെക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആയത്ത് യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വ റസൂലി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റസൂലിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരല്പം സമയത്തിന് ശേഷം ആ മക്കളെ അവരുടെ ആ ദേഷ്യമെല്ലാം മാറി അവർ തണുത്ത് ആ പരസ്പരം ആ തെറ്റ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചത് പിന്നീട് അവർക്ക് വീതിച്ച് നൽകാൻ. അതേ രൂപത്തിൽ 40 ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന ലില്ലാഹി ഖുമുസ വലിർ റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ 1/5 ഭാഗം അത് അള്ളാഹുവിന് റസൂലുള്ളതാണ്. പിന്നീട് അതായത് യുദ്ധം കഴിഞ്ഞാൽ യുദ്ധമുതലിനെ സംബന്ധിച്ചുള്ള തീരുമാനിക്കാനുള്ള ആ അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളതാണ്. അപ്പോൾ യുദ്ധാനന്തരം യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ പടയാളികളും അവർക്ക് ലഭിച്ച ഗനീമത്ത് സത്യസന്ധമായിട്ട് ആ സൈന്യാധിപൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്, ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. മുസ്നദിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭത്തിലും യുദ്ധം കഴിഞ്ഞാൽ റസൂലുള്ള പ്രത്യേകമായിട്ടൊരു കാര്യം പരസ്യപ്പെടുത്താറുണ്ടായിരുന്നു. റസൂലുള്ള പ്രത്യേകമായിട്ട് അവിടെ അനൗൺസ് ചെയ്യും. എന്താണ് റസൂലുള്ള പറയുക? ഇന്ന ഹാദിഹി മിൻ ഗനാഇമിക്കും വ ഇന്നഹു ലൈസ ലീ ഫീഹാ ഇല്ലാ നസീബി മഅക്കും ഇല്ലൽ ഖുമുസ്. റസൂലുള്ള പറയുകയാണ്, അതായത് ഈ ഗനീമത്ത് അത് നിങ്ങളുടേതാണ്,
എനിക്കതിൽ എൻ്റേതായിട്ടൊന്നുമില്ല, 5-1 അല്ലാതെ. അതായത് അതും ആ 5-1 തന്നെ ഞാൻ നിങ്ങളുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സൂചിയോ നൂലോ പോലും നിങ്ങൾ ഒളിപ്പിച്ച് വെക്കാതെ എന്താണോ നിങ്ങൾക്ക് ലഭിച്ചത് അത് സത്യസന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. വലാ തഖുല്ലു, നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കരുത്. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു, ആ വഞ്ചന അത് അപമാനത്തിനും അതേപോലെ തന്നെ നരകശിക്ഷക്കെല്ലാം അത് കാരണമാകുമെന്നും റസൂലുള്ളാഹി അവരെ ഓരോ യുദ്ധാനന്തരവും താക്കീത് ചെയ്യാറുണ്ടെന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലെല്ലാം അവർ സ്വരൂപിക്കുന്ന ആ യുദ്ധം മുതൽ അതിൻ്റെ 1/5 ഭാഗം അള്ളാഹുവിനും റസൂലിനുള്ളതാണ്. അതാണ് സൂറത്തുൽ അൻഫാലിലെ 41-ാമത്തെ വചനം പറയുന്നത്. അതായത് 1/5 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായിട്ടുള്ള ചെലവിന് റസൂലുള്ളാഹിക്കും കുടുംബത്തിനും, നമുക്കറിയാം നബി കുടുംബം അഹ്ലു ബൈത്ത് എന്നുള്ളത് അവർക്ക് സക്കാത്ത് നിഷിദ്ധാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായിട്ടുള്ള ചെലവിന് ഒരു ചെറിയ സംഖ്യ, അതിലുള്ള ബാക്കി മുഴുവൻ സംഖ്യയും ബൈത്തുൽ മാലിലേക്കാണ് പോകുന്നത്. ബൈത്തുൽ മാൽ അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ നമ്മുടെ മോഡേൺ ടെർമിനോളജിയിൽ പറയുകയാണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ആ രൂപത്തിലുള്ള ധനാണത്. അപ്പോൾ അതാണ് 1/5. ബാക്കിയുള്ള 4 ഭാഗങ്ങളും, ബാക്കിയുള്ള 4 തുല്യമായി അവർക്കിടയിൽ വീതിച്ച് ബാക്കിയുള്ള മൊത്തം ആളുകളിലേക്ക് വീതിക്കുക. ആ രൂപത്തിലാണ് യുദ്ധം മുതൽ അവർ അതിൻ്റെ ഓഹരി വെക്കുന്നത്. ഇപ്പോൾ ബദറിലുള്ള ഗനീമത്ത്, ബദറിലുള്ള 5/1 അത് ഓഹരിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദർഭത്തിലാണ് സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും. ആ ദുൽഫിഖാർ എന്നുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള വാള് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിലൂടെയാണ് ലഭിച്ചത്. സുനനുൽ തുർമുദിയിൽ കടന്നു വരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ആ ഒരു വാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിൽ ഗനീമത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഹിതമായിട്ട് ലഭിച്ചു. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു വാളിന് വേണ്ടി അദ്ദേഹം പലതവണയായിട്ട് റസൂലുള്ളാഹിനെ സമീപിക്കുന്നുണ്ട്. 3ഓളം തവണ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗനീമത്ത് വിഹിതം വെക്കാനുള്ള അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി നേരത്തെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ട ആ വാള് സഅദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ നൽകിയെന്നും ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ബദറിൽ ലഭിച്ച ഗനീമത്ത് റസൂലുള്ളാഹി അത് വീതം വെച്ച സന്ദർഭത്തിൽ ഒരു വിഹിതം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി വെച്ചു. നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മൾ ബദറിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് റസൂലുള്ളാഹിൻ്റെ പ്രിയ പുത്രി റുഖയ്യ റളിയല്ലാഹു അൻഹ തീവ്രമായിട്ടുള്ള രോഗാവസ്ഥയിലായത് കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ പങ്കെടുത്തവനായിട്ട് പരിഗണിക്കുന്ന, അദ്ദേഹം ബദരിയായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. റസൂലുള്ളാഹി ആ ബദരീങ്ങളുടെ ലിസ്റ്റിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കാണാൻ സാധിക്കും. കാരണം പങ്കെടുക്കാതെ തന്നെ ആ പങ്കെടുത്തതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബദരിയായിട്ട് പരിഗണിച്ചുകൊണ്ട് ഗനീമത്തിൻ്റെ ഒരു വിഹിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടിയും മാറ്റിവെച്ചു എന്നുള്ളതാണ്. ആ ഗനീമത്തെല്ലാം വീതം വെച്ചതിന് ശേഷം ആ 3 ദിവസം അവിടെ തങ്ങി 3-ാമത്തെ ദിവസം അവർ മടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ മടങ്ങുന്ന ആ ഒരു വേളയിൽ ഞാൻ നേരത്തെ തുടക്കത്തിലാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ അവിശ്വാസികളുടെ ജഡങ്ങൾ നിക്ഷേപിച്ച ആ കിണറ്റിന് സമീപത്തേക്ക് പോവാൻ. അതിനുശേഷം സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, 3-ാം ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങാനിരിക്കുന്ന ആ ഒരു വേളയിൽ റസൂലുള്ളാഹി കിണറ്റിന് സമീപത്ത് ചെന്നുകൊണ്ട് റസൂലുള്ളാഹി ഫനാദാഹും ഫഖാല, റസൂലുള്ളാഹി കിണറ്റിലേക്ക് നോക്കി അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബാ ജഹൽ ഇബ്നു ഹിഷാം, അബൂജഹലിനെ റസൂലുള്ളാഹി പേരെടുത്ത് വിളിച്ചു. അതേപോലെ തന്നെ യാ ഉമയ്യ ബിൻ ഖലഫ്, യാ ഉത്ബത്ത് ബിൻ റബീഅ, യാ ഷൈബത്ത് ബിൻ റബീഅ. റസൂലുള്ളാഹി ഓരോ ഖുറൈശി നേതാക്കളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് വജത്തും മാ വഅദകും റബ്ബുക്കും ഹഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, നിങ്ങളോട് നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് സത്യസന്ധമായിട്ട് പുലർന്നതായിട്ട് നിങ്ങൾ കണ്ടില്ലേ? എന്നൊരു ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നി ഖദ് വജത്തു മാ വഅദനി റബ്ബി ഹഖ. എൻ്റെ രക്ഷിതാവ് എന്നോട് വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് ഈ ഒരു സന്ദർഭത്തിൽ അത് പുലർന്നതായിട്ട് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസാരിക്കുന്നത് ആരോടാണ്? അതായത് 3 ദിവസമായിട്ട് അവിടെ മരണപ്പെട്ട ഉപേക്ഷിച്ച ജഡങ്ങൾ, ആ ഖുറൈശി ശവശരീരങ്ങൾ, 3ഓളം ദിവസം അവിടെ അഴുകിയ ആ ഒരു ശവശരീരങ്ങളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അത് കണ്ടു നിൽക്കുന്ന സ്വഹാബികൾ ഒന്നടങ്കം അത്ഭുതപ്പെടുകയാണ്. ഉടനെ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് കൈഫ യസ്മഉ, അവരെങ്ങനെയാണത് കേൾക്കുക? തുഖാതിബു അഖ്വാമൻ ഖദ് ജയ്യഫു,
അതായത് ഇത്തരത്തിൽ അഴുകിയ ആ ജഡങ്ങളോടാണോ താങ്കൾ സംസാരിക്കുന്നത്? അവരെങ്ങനെയാണ് കേൾക്കുക? ചത്തുനാറി അവർ എങ്ങനെയാണ് താങ്കളുടെ സംസാരം കേൾക്കുക? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ മറുപടി, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവന് തന്നെയാണ് സത്യം, മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവർക്ക് ഈ ഒരു സന്ദർഭത്തിൽ കേൾക്കാൻ സാധിക്കുമെന്നുള്ള. വലാകിന്നഹും ലാ യഖ്ദിറൂന അൻ യുജീബൂൻ, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവർ കേൾക്കാൻ കഴിയും, പക്ഷേ അവർക്ക് മറുപടി നൽകാൻ സാധിക്കുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ മറുപടി. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച, മരണപ്പെട്ട ആളുകൾ കേൾക്കുമോ, സമാഉൽ മൗത്ത് എന്നുള്ള വിഷയം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് കടന്നു വരുന്ന ഒരു ചർച്ചയാണ്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ, ഇന്നഹും ല യഅലമൂനൽ ആന അന്നമാ കുൻതു അഖൂലു ഹഖ്ഖുൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലുള്ള ആളുകളോട്, അതായത് ആ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞത് സത്യമാണെന്ന് ആ സന്ദർഭത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലെ 80-ാമത്തെ വചനം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരണപ്പെട്ട ആളുകൾ ഒരിക്കലും കേൾപ്പിക്കാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് മറ്റൊരു സ്ഥലത്തും സൂറത്ത് ഫാത്തിർ, പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിറിൻ്റെ 22-ാമത്തെ വചനത്തിലും, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നു. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ള ആളുകളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നു എന്നുള്ള. അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ പറയുന്നു. അതേ സന്ദർഭത്തിൽ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഹദീസുകൾ മരണപ്പെട്ട ആളുകളുടെ കേൾവിയുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആളുകളെ നിങ്ങൾ ഖബറടക്കി മടങ്ങുന്ന സന്ദർഭത്തിൽ, ഇന്നഹു ല യസ്മഉ ഖറഅനി ആലിഹിം, നിങ്ങൾ മടങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറടി ശബ്ദം ആ ഖബറിലുള്ള ആളുകൾക്ക് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അതേപോലെ തന്നെ സലാം അടക്കുമെന്നുള്ള, നമ്മൾ മരണപ്പെട്ട ആളുകൾ അവർ സലാം കേൾക്കുന്ന സന്ദർഭം സലാം അടക്കുമെന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസ്, അതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഹത്താ അറുദ്ദു അലൈഹി സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കേൾക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ പ്രധാനമായിട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബദറുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം. ഇപ്പോൾ രണ്ട് പക്ഷം പണ്ഡിതന്മാർ, സുന്നികൾക്കിടയിൽ തന്നെ രണ്ട് പക്ഷം അഭിപ്രായം, ചില പണ്ഡിതന്മാർ, പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ എന്നെ കേൾക്കുമെന്ന് വാദിക്കുന്നുണ്ട്. എത്രത്തോളം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടക്കം അദ്ദേഹത്തിൻ്റെ കിതാബ് റൂഹിലെല്ലാം വളരെ കൃത്യമായിട്ട് കേൾക്കുമെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളാണ്. അതേ സന്ദർഭത്തിൽ കേൾക്കില്ലെന്ന് അഭിപ്രായപ്പെടുന്ന മറുപക്ഷം ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയപ്പെട്ട ചില സംഭവങ്ങൾ അതെല്ലാം ഇസ്തിസ്നാകൾ, അതായത് എക്സെപ്ഷനുകളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ പരിശുദ്ധ ഖുർആനിൽ നേരത്തെ സൂചിപ്പിച്ച ആയത്തിലും സൂറത്ത് നംലിൻ്റെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകളെ കേൾപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബദറിൽ ഈ ഒരു സംഭവത്തെ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് കേൾക്കാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ആ രൂപത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. അതിൽ നമുക്കറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ, താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഖത്താദ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട്, അതായത് അദ്ദേഹം പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് അതൊരു എക്സെപ്ഷനാണ്. അതായത് ആ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അവർക്ക് കേൾക്കാനുള്ള ഒരു അവസരം, ആത്മാവ്, ജീവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി എന്നുള്ളതാണ്. അതായത് അവരെ നിന്ദിക്കാനും അപമാനിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സന്ദർഭത്തിൽ ഒരല്പസമയത്തേക്ക്, അതായത് ഒരു മുഅ്ജിസത്തായിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ബനു ഇസ്രായേലിൻ്റെ സംഭവങ്ങൾ വിശദീകരിച്ച സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ട ഒരാളെ ആരോ വധിച്ചു. അപ്പോൾ ഘാതകൻ്റെ കാര്യത്തിൽ അവർക്കിടയിൽ തർക്കം വന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 72-ാമത്തെ വചനത്തിൽ വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അവർക്കിടയിൽ തർക്കം ഉടലെടുത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരമായിട്ട്
ഫഖുൽ നദ്രിബൂ ബിബഅദിഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുത്ത് ആ പശുവിൻ്റെ ആ കഷ്ണം കൊണ്ട് ആ ഘാതകൻ്റെ മേലെ അടിക്കാനും, അത് അടിച്ച സന്ദർഭത്തിൽ മരണപ്പെട്ട ആളുകൾ ആ മരണപ്പെട്ട വ്യക്തി എഴുന്നേറ്റ് വന്ന് തൻ്റെ ഘാതകനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അതേപോലെ അതായത് മരണപ്പെട്ട ആളുകൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, അവിടെ ഒരു എക്സെപ്ഷനാണ്. സമാനമായിട്ട് ഇവിടെയും അല്പസമയത്തേക്ക് റസൂലുള്ളാഹി ചോദിച്ച സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനെ നൽകി അവരെ അപമാനിക്കാനും നിന്ദിക്കാനും അവർക്ക് അത് ബോധ്യപ്പെടുത്താനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അല്പസമയത്തിന് അവർക്കത് നൽകിയെന്ന്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടെ ചോദിച്ചത്. അവർ കേൾക്കുമോ എന്ന അത്ഭുതത്തോടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എക്സെപ്ഷനായിട്ട് അവിടെ പറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ആ ഖബറടക്കിയ ആളുകൾ മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ആ ചെരുപ്പിൻ്റെ വാറടി ശബ്ദം കേൾക്കും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഒരാളുടെ ആ ജസദിൽ നിന്നും ആ റൂഹ് വേർപെട്ട് പോവാൻ, പിന്നീട് ആ ഖബറിലേക്ക് എത്തുന്ന ഖബറടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ആ റൂഹ് ജസദുമായിട്ട് കൂടിച്ചേരുന്ന ആ ഒരു ചെറിയ പോയിന്റിൽ ഈ ഒരു ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതിയോടുകൂടെ ആ ഖബറിലുള്ള ആളത് കേൾക്കുന്നു എന്നുള്ളതാണ്. അതും ഒരു എക്സെപ്ഷനായിട്ടാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതായത് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവന് കേൾപ്പിക്കുന്നു. അതിനർത്ഥം എല്ലാം കേൾക്കുമെന്നല്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് നമ്മുടെ കേൾവിയും കാഴ്ചയും അതിനെ സംബന്ധിച്ച് അതിൻ്റെ പരിമിതിയെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ ഒരാൾ മരണപ്പെടുന്നതോടുകൂടെ പുതിയൊരു സ്റ്റേജിലേക്കാണ് അദ്ദേഹം പ്രവേശിക്കുന്നത്. ബർസഖ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സ്റ്റേജിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതൊരു പുതിയ ലോകമാണ്. അവിടെയുള്ള കേൾവി, അവിടെയുള്ള കാഴ്ച, അവിടെയുള്ള സമയം, അതൊന്നും നമുക്കറിയാത്ത മറ്റൊരു ഡയമെൻഷനാണ്. അപ്പം അവിടെ ആ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് സാധ്യമാക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് അല്ലാഹു ആലം, അത് മരണപ്പെടുന്ന സന്ദർഭത്തിലെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാൻ അനുമതി നൽകുന്നു, അതിനർത്ഥം എല്ലാം കേൾക്കുമെന്നല്ല. മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ റേഡിയോ തുറക്കുന്ന സന്ദർഭത്തിൽ നിരവധി സ്റ്റേഷനുകളുണ്ട്. ഒരേ സമയത്ത് ഒരാൾക്കും മുഴുവൻ സ്റ്റേഷനുകൾ ഒരേ സമയത്ത് കേൾക്കാൻ കഴിയില്ല. നമ്മൾ ട്യൂൺ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ളത് നമുക്ക് ഒരു സ്റ്റേഷനിലുള്ളത് കേൾക്കാം. ആ സന്ദർഭത്തിൽ തന്നെ അപ്പുറത്ത് നിരവധി സ്റ്റേഷനുകൾ, നിരവധി പ്രോഗ്രാമുകളുണ്ട്. അതെല്ലാം ഒരേ സമയത്ത് നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. അതേ രൂപത്തിൽ സമാനമായിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു പ്രത്യേക സമയത്ത് ചിലത് കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതിയോടുകൂടെ ചില കാര്യങ്ങൾ അവർ കേൾക്കുന്നു. അതാണ് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ എക്സെപ്ഷനുകളെല്ലാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവസാനമായിട്ട് ഒരു വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കേൾക്കുമോ കേൾക്കില്ല എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ കാലങ്ങളായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും അത് കേവലം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ച മാത്രമാണ്. അത് കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും കേൾക്കുന്നത് അതുകൊണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടോ, കേട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നട്ടോ നമുക്കില്ല. കാരണം കേട്ടാലും കേട്ടിട്ടില്ല, രണ്ടായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാ യംബനി അലൈഹ അമൽ, പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ അത് തെളിവല്ല എന്നുള്ള. മരണപ്പെട്ട ആളുകൾ കേൾക്കുമെന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ടെന്ന് കരുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം, അതായത് അവരുടെ അടുത്തേക്ക് പോയി മരണപ്പെട്ട ആളുകളോട് അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാനോ അത് തെളിവല്ല എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ഒരാളും അതിനെ ന്യായീകരിക്കുന്നില്ല. അത് ഒരർത്ഥത്തിലും വിശ്വാസത്തിന് യോജിക്കുന്ന പ്രവൃത്തികളല്ല എന്നുള്ള, അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബദറിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ ആ അവിശ്വാസികളെ ഖബറടക്കിയ അല്ലെങ്കിൽ അവിശ്വാസികളെ ആ കിണറിൻ്റെ അടുത്തേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അവരുമായിട്ട് ആ രൂപത്തിൽ സംസാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോവാൻ, അങ്ങനെ മദീനയിലേക്ക് തന്നെ തിരിച്ച് യാത്രയാവാൻ. അപ്പോൾ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 14 ശുഹദാക്കൾ, അതോടൊപ്പം 70ഓളം യുദ്ധത്തടവുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തടവുകാരുടെ വിഷയത്തിൽ എന്താണ് അവർ ചെയ്യുക? അപ്പോൾ മദീനയിൽ അതേപോലെ തന്നെ നേരത്തെ മദീനയിലേക്ക് ആ ന്യൂസ് എത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി നേരത്തെ തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ വിജയവാർത്തയുമായിട്ട് മദീനയിലേക്ക് എത്തുകയാണ്. ആ മദീനയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു മദീനയുടെ പ്രതികരണം? അതേപോലെ തന്നെ അവരുടെ അതായത് ഖുറൈശികൾക്ക് ഏറ്റ ആ ഒരു പരാജയം,
ആ പരാജയത്തിൻ്റെ വാർത്ത മക്കയിലെത്തുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു മക്കയുടെ പ്രതികരണം? അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, യുദ്ധത്തടവുകാരുമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? നമുക്കറിയാം, സമാനതകളില്ലാത്ത ഒരു പുതിയ അധ്യായം യുദ്ധത്തടവുകാരുടെ വിഷയത്തിൽ നമുക്ക് ബദറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാനിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഈ ഒരു വിഷയങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പരാമർശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം കഴിയുന്നത്ര ആഴത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും അതേപോലെ തന്നെ അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.